സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഞാനിന്ന് ഇവിടെ ഹൈദരാബാദിലാണ്. രാജേന്ദ്ര നഗറിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, മോൻ്റെ കൂടെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഹാരി മട്ടൺ ആണ്. എൻ്റെ ഡോട്ടറിലോ ബീഹാരിയാണ്. അവളാണ് ഈ ബീഹാരി മട്ടൺ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് തന്നെ. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ വളരെ നല്ലൊരു കറിയാണ് എനിക്ക് കണ്ടിട്ട് തോന്നി. ഞാൻ കഴിക്കില്ല, എന്നാലും അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ ഇടുന്നു, വെളുത്തുള്ളി ലെസൺ തൊലി കളയാതെ ഇടുന്നു. അങ്ങനെ അതിൻ്റെ മസാലകളൊക്കെ കൂട്ടുകൾ ഒന്നും അരച്ച് ഇടിക്കുക പൊടിക്കുക ഒന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്യും. പിന്നെ ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതായത് വളരെ സ്ലോ പ്രോസസ്സാണ്. വളരെ വളരെ പതുക്കെ പതുക്കെ വേവിച്ചിട്ടുള്ള പ്രോസസ്സാണ്. ആദ്യം അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഷർ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ കുക്കറിൽ 3 വിസിൽ, അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് അത്. എല്ലാവരും പറഞ്ഞു കഴിച്ചിട്ട്. അത് കാരണം കൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബീഹാരി മട്ടനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. എൻ്റെ റിക്വസ്റ്റ് ആണ്. ബീഹാരി മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കടുകെണ്ണ വെച്ച് ചൂടാക്കട്ടെ. കടുകെണ്ണ കേട്ടോ. കടുകെണ്ണയുടെ സ്മെല്ല് നല്ല പോലെ പോകണം. വളരെ ടേസ്റ്റാണ് കടുകെണ്ണ. അതുമാത്രമല്ല വളരെ ന്യൂട്രീഷ്യസുമാണ്. അതുകൊണ്ടാണ് ഈ കടുകെണ്ണ യൂസ് ചെയ്യുന്നത്. അതുപോലെ ചൂടായി കടുകെണ്ണ, ജീരകം ഇട്ടു. പൊട്ടട്ടെ. അതിന് ശേഷം ബാക്കി മസാല, കുരുമുളക്, ക്ലോവ്സ്, വലിയ ഏലക്കായ, ചെറിയ ഏലക്കായ, ലാൽ മിർച്ചി, ചുവന്ന മിർച്ചി, ഇതെല്ലാം ഇടണം. ഇതെല്ലാം ഇട്ടു മസാല. അങ്ങനെ തന്നെയാണ്, മസാല ഒന്നും പൊടിക്കില്ല. ഇവർ സ്പെഷ്യൽ ഇതാണ്. ഉള്ളി, സബോള. 1/2 കിലോ മട്ടൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 400 ഗ്രാം സബോള വേണം. അത് 3-4 സബോള അരിയണം. നല്ലോണം സബോള വേണം കേട്ടോ. ഒരു സാധനം സബോള അരിയിടണം. അപ്പോൾ എല്ലാ മസാലകളെല്ലാം മൂത്തപ്പോൾ സബോള ഇടണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അതാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സ്വാദുള്ളതാണ്. കുറച്ച് ഉപ്പിടുക. എന്താ കാരണം വെച്ചാൽ ഉള്ളി നല്ലപോലെ വഴന്ന് കിട്ടാനുണ്ട് വേണ്ടിയിരിക്കണം. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്തു. അതിന് ശേഷം ലെസൺ അതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. നോക്കൂ, ഇതിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ചേർത്ത് ഇതിൽ ചേർക്കാൻ പോവാം കേട്ടോ. ഇത് ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിൽ ദഹി ഒഴിക്കണം. തൈര് 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ തൈര്. നല്ലപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് തലേദിവസം വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇതാണ് മാരിനേഷനിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. എന്താ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാരിനേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇതിൽ വെളുത്തുള്ളി. ഇത് വെളുത്തുള്ളികൾ ഇങ്ങനെ തന്നെ നോക്കും. ഇത് പുതിയതായിട്ട് കാണുന്നതാണ്. നമ്മൾ കേരളത്തിലൊന്നും ചെയ്യില്ല. ഇത് പുതിയതായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഈ വെളുത്തുള്ളികൾ ഇതിലിടും. അങ്ങനെ തന്നെ ഇടണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. വളർന്നു, നല്ല പോലെ വളർന്നു. നോക്കൂ, അപ്പോൾ എല്ലാം വളർന്നു. ഇനി നമുക്ക് എന്താ ചെയ്യും, ഇതിൽ ട്രാൻസ്ഫർ ചെയ്യണം. മട്ടൺ മാരിനേറ്റ് ചെയ്ത മട്ടൺ. മട്ടൺ നോക്കൂ, നല്ലപോലെ മസാല മാരിനേറ്റ് ചെയ്ത് ഇതിട്ട് നല്ലപോലെ ഇളക്കി നല്ല ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് വെക്കണം. ഹൈ ഫ്ലെയിമിലാക്കണം, ലോ ഫ്ലെയിമിലല്ല, ഹൈ ഫ്ലെയിമിൽ ഇത് ഓർമ്മിക്കണം കേട്ടോ. പക്ഷത്തോലി കളയാതെ മട്ടൺ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വാഷ് ചെയ്ത് ഇതുപോലെ ഇടണം കേട്ടോ. രണ്ട് പീസുകളായിട്ട്. എന്നിട്ട് ഇത് ഇളക്കണം. നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് ഇങ്ങനെയുള്ള കറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മട്ടൻ കറി ഇങ്ങനെയാണ്. ഈ കറി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കേരളത്തിൽ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ലപോലെ ഇളക്കുക. എല്ലായിടത്തും മസാല വരണം. അത് കഴിഞ്ഞിട്ട് ആലുകളൊക്കെ കിടക്കാനുണ്ടോ, വെളുത്തുള്ളി കിടക്കാനുണ്ടോ, വെളുത്തുള്ളി തൊലി പോലും കളയാണ്ട് വരുന്നു.
ഉരുളക്കിഴങ്ങ് തൊലി കളയാണ്ടാണ് കേട്ടത്. ഇനി എന്തോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് അടച്ച് വയ്ക്കും. നല്ല വെള്ളം അടച്ചു. ഇനി എല്ലാ 10 മിനിറ്റിൽ നമുക്ക് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, നാശമാവും. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 30 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നോക്കട്ടെ കണ്ടീഷൻ എങ്ങനെയാണ്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും പാകമായിട്ടില്ല. ഇനി ഇതിനെ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തു. ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഇതാ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചു. ഇനി അത് കഴിഞ്ഞാൽ കുക്കറിൽ വെച്ചു. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ വരണം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കാം. 3 വിസിൽ വന്നു. പക്ഷേ ചില സമയത്ത് മട്ടൺ എങ്ങനെയുണ്ട് അതനുസരിച്ചായിരിക്കും അതിൻ്റെ വേവ്. ചില മട്ടൺ അധികം വേവില്ല. തുറന്നു ഞാൻ ചിലത് പാകാവും, നല്ലപോലെ വേവും, ചിലത് നല്ലപോലെ വേവില്ല എന്നൊക്കെ ഉണ്ടാവും. അത് കാരണമാണ് ഒന്ന് ഇളക്കി നോക്കട്ടെ കേട്ടോ. ഇളക്കി വളരെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് മട്ടൻ കറി തയ്യാറായി. വളരെ സ്വാദുള്ള ടേസ്റ്റുള്ള ബീഹാരി മട്ടൻ കറിയാണ്. ഒരു സ്പെഷ്യലായിട്ടാണ്. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റ്സ് എഴുതണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.